വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം എന്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാവൂ. അത് പറയുക മാത്രമല്ല, അവിടുന്ന് തന്നെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത്. ഒരിക്കൽ ഒരു അഹ്റാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരു സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ഒരു ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ആ തെറ്റിൽ നിന്ന് മാത്രം നീ മാറി നിൽക്കുക. അത് കേട്ട അഹ്റാബിക്ക് സന്തോഷമായി. കള്ളം മാത്രം പറയുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യാലോ. അദ്ദേഹത്തിന് സന്തോഷമായി. അടുത്ത ദിവസം അദ്ദേഹം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ അടുത്ത വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ നേരത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വരികയും, നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോഷ്ടിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ മോഷണ ശ്രമത്തിൽ നിന്ന് പിന്മാറി. അതേപോലെ എല്ലാ തെറ്റുകൾ ചെയ്യുമ്പോഴും നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നു. ഇങ്ങനെയാണ് മുൻ പ്രവാചകരെ അനുയായികളെ സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. നാം എല്ലാവരും നബിചര്യ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗം ഞാനിവിടെ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.